അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളൊരു കുടിവെള്ളത്തിന്റെ ടാങ്കാണിത്. നമ്മുടെ ഇളന്തിക്കര LP സ്കൂളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്, നേരത്തെ ഞാൻ കാണിച്ച പോലെ. അപ്പൊ നമ്മളിവിടെ ഒരു കുടിവെള്ളത്തിന്റെ ഒരു ടാങ്ക് എസ്എസിന്റെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒരു ജംബോ ഫിൽട്ടർ, 20 ഇഞ്ചിന്റെ ഒരു ജംബോ ഫിൽട്ടർ, സ്പൺ ഫിൽട്രേഷൻ, 5 മൈക്രോന്റെ ഒരു സ്പൺ ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതായത് ഫിസിക്കൽ ഇംപ്യൂരിറ്റീസും സെഡിമെന്റ്സും കൂടെ ഹോൾഡ് ആവാനുള്ള ഒരു സിസ്റ്റം. അപ്പൊ അതിന്റെ വർക്കാണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ ആ ജംബോ ഫിൽട്ടർ ഇവിടെ ഫിക്സ് ചെയ്ത് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നേരിട്ട് നമ്മുടെ വർക്കിലേക്ക് കിടക്കും. ബൈ. അപ്പൊ കൂട്ടുകാരെ, നമ്മളുടെ ജംബോ ഫിൽട്ടർ, 20 ഇഞ്ചിന്റെ ജംബോ ഫിൽട്ടർ നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. നമ്മൾ അവിടെ നിന്ന് വെള്ളത്തിന്റെ കണക്ഷൻ അകത്തേക്ക് എടുത്തിട്ട് ഹോൾ അടിച്ച് അകത്തേക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ടാങ്കിലേക്ക് കയറുന്നതിന് മുന്നേ ഇൻലെറ്റിൽ വന്ന് നമ്മുടെ വെള്ളം ആദ്യം ഇൻലെറ്റിൽ വന്ന് കയറി ഇവിടെ ഫിൽട്രേഷൻ ആയതിനു ശേഷം അതിൽ നിന്നുള്ള ഔട്ട് എടുത്ത് നേരെ നമ്മുടെ ടാങ്കിന്റെ ഇൻലെറ്റിൽ കൊടുക്കും. അതൊരു 3/4 ഇഞ്ചിന്റെ ഒരു പോയിന്റ് ആണ്. അപ്പൊ 1.5 ബൈ 3/4 ഒരു റെഡ്യൂസർ ഇട്ടിട്ട് വേണം അങ്ങോട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മളിവിടെ അടിയിൽ ഇവിടെ ഒരു ഡ്രെയിൻ വാൽവ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഇതിൽ നിന്നുള്ള ഔട്ട്, ഈ ടാങ്കിന്റെ ഫിൽട്ടർ വാട്ടർ, അത് നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ഔട്ട് വന്നപ്പോൾ ഇത് ഹോൾ അടിച്ച് നേരെ പുറത്തേക്ക് കൊടുത്ത് അവിടെ 2 ടാപ്പ് നമ്മൾ കൊടുക്കുന്നതായിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫംഗ്ഷൻ. അപ്പോൾ വരുന്ന വെള്ളത്തിന് നമ്മൾ ഒരു 5 മൈക്രോന്റെ ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞ് നേരെ ടാങ്കിൽ ചെന്നിട്ട് ടാങ്കിൽ നിന്ന് അത് നേരെ സപ്ലൈ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്തിട്ടിരിക്കുന്ന സ്പണ്ണിന്റെ ഫിൽട്രേഷൻ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു 5 മൈക്രോൺ കപ്പാസിറ്റിയാണ്. ഒരു 5 മൈക്രോൺ ആണ് ഇതിന്റെ ഫിൽട്രേഷൻ. അപ്പൊ ബാക്കി നമുക്ക് ഇനി പ്ലംബിംഗ് ലൈനും കാര്യങ്ങളെല്ലാം ലൂപ്പിംഗ് ബാക്കിയാണ്. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ഇളന്തിക്കര സ്കൂളിൽ വന്നേക്കാണ്. നമ്മൾ അതിനകത്ത് ആദ്യമേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫിൽട്ടർ. അത് ഇവിടെ ഭിത്തിയിലായിരുന്നു നമ്മൾ ആദ്യം കൊടുത്തുവെച്ചത്.
പക്ഷെ ഭിത്തിയിൽ കൊടുത്തു കഴിയുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊരു കുമ്മായമാണ് സംഭവം. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ അതിനകത്ത് നിങ്ങള് അതിന്റെ ബ്രാക്കറ്റ് പിടിപ്പിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് സീറ്റിംഗ് ആവണ്ടായിരുന്നില്ല. ആ സംഭവം വളരെ ലൂസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ ടാങ്കിന്റെ ഈ ഒരു നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ നമ്മളുടെ ഈ ഒരു ഇതിന്റെ ബ്രാക്കറ്റ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് പിന്നെയാണ് നമ്മളുടെ പൈപ്പ് ലൈൻ ഇതിനേക്കുള്ളിൽ ലൂപ്പ് ചെയ്തത്. അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് തന്നെയാണ്. അപ്പൊ നമ്മുടെ വെള്ളം അവിടെ നിന്ന് വന്നിട്ട് നേരെ ഫിൽട്ടർ ആയിട്ട് നേരെ ടാങ്കിൽ പോയി ടാങ്കിൽ നിന്നുള്ള ഔട്ട് നേരെ അപ്പുറത്തൊരു 2-3 പോയിന്റ് വെച്ചിട്ടുണ്ട് വാട്ടർ ടാപ്സ്. അങ്ങനെ ഒരു പ്രീ ഫിൽട്രേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഒരു സിസ്റ്റം അവിടെ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് 20 ഇഞ്ചിന്റെ ജംബോ ഹൗസിംഗ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പൊ ബാക്കിയെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ പറയാം. ഇതിപ്പോ നേരിട്ട് നമ്മുടെ പൈപ്പ് ഇന്ന് വെള്ളം നേരിട്ട് ഇൻലെറ്റ് കൊടുത്തിരിക്കുന്ന വാൽവ് വഴി നേരിട്ട് നമ്മുടെ ജംബോ ഹൗസിംഗിൽ കയറിയിട്ട് അവിടെ നിന്ന് നേരെ ടാങ്കിലേക്ക് പോയാണ്. ടാങ്കിലേക്ക് പോയി ടാങ്കിൽ വന്ന് സ്റ്റോറേജ് ആവും. അപ്പൊ ഇവിടെ നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മൈക്രോണിന്റെ ഒരു സെഡിമെന്റ് ഫിൽട്ടർ ആണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്, ജംബോ ഫിൽട്ടർ. അപ്പൊ ഫിസിക്കൽ ഇംപ്യൂരിറ്റീസും സെഡിമെന്റ്സും നമുക്ക് ഇവിടെ ഹോൾഡ് ആയിട്ട് ബാക്കി ഫിൽട്ടർ വാട്ടർ ആയിരിക്കും അതിലേക്ക് പോകുന്നത്. അതിനുശേഷം ഇതിൽ നിന്നുള്ള ലൈനാണ് ഈ പോകുന്നത്. ആ ലൈൻ വഴി നേരെ ഒരു വാൽവും കൊടുക്കുന്നുണ്ട്, ഐസൊലേഷൻ വാൽവ്. ആ വാൽവ് ഓപ്പൺ ചെയ്താൽ നേരെ പുറത്തേക്ക് ആയിരിക്കും പോകുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു എയർ വെന്റ് ആണ്. ഇവിടെ പുറത്തേക്ക് ഒരു സൈഡിലാണ് നമ്മുടെ ഒരു വാഷ് ബേസിന്മാരെ ഒരു സിങ്ക് മാനത്തെ ഒരു സിസ്റ്റം വരുന്നത്. ഇതിൽ പുഷ് ടൈപ്പ് ആയിരിക്കുള്ളൂ ടാപ്പ് വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഓൾമോസ്റ്റ് വർക്കെല്ലാം ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്ക് ഫിനിഷ് ആയിരുന്നു. ഇവിടെ ഫിൽട്രേഷൻ സിസ്റ്റം ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ ബന്ധപ്പെടുക. അപ്പോൾ പുതിയൊരു വർക്കുമായി വരുന്നവരെ ബൈ.